സദൃശ്യവാക്യങ്ങൾ 20-21. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? ബഹുഭൂരിഭാഗം പേരും പെട്ടെന്ന് സമ്പന്നനാകാമെന്ന് കേട്ടാൽ വീണുപോകും. ഇത് മുതലെടുത്ത് പലരെയും തട്ടിപ്പിനിരയാക്കുന്ന സംഭവങ്ങൾ ദിവസവും കേൾക്കാറുണ്ട്. എത്ര തന്നെ ബോധവൽക്കരണം നടത്തിയാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ പ്രധാന കാരണം മനുഷ്യരുടെ ഈ ദുർമോഹമാണ്. അതിൽ വിദ്യാഭ്യാസമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. തുടക്കത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആവശ്യബോധം, അതിലുമുപരി പെട്ടെന്ന് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാമെന്നോ ഉയർച്ച നേടാമെന്നോ ഉള്ള ചിന്താശേഷിയെ മരവിപ്പിക്കുന്നു. ആത്മീയ ലോകത്തും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണ്. ഇനി ചില വേളകളിൽ പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടായെന്നിരിക്കാം. ഭാഗ്യക്കുറി കിട്ടുന്നത് പോലെ, നിധി കിട്ടുന്നത് പോലെ, കച്ചവടത്തിൽ അപ്രതീക്ഷിത വൻ ലാഭമുണ്ടാവുന്നത് പോലെ, നിലച്ചിരിക്കാതെ ഒരു വലിയ പദവിയിൽ ഉയർത്തപ്പെടുന്നത് പോലെയൊക്കെ അത് ചിലർക്ക് സംഭവിക്കാം. എന്നാൽ അങ്ങനെ ഉയർച്ച സംഭവിച്ച മിക്കവാറും പേരും അത് നിലനിർത്താൻ കഴിയാതിരിക്കുകയോ നഷ്ടം വരുത്തുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നതാണ് ചരിത്രം. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനം, ശരിയായ പരിശീലനമോ തയ്യാറെടുപ്പോ ഇല്ലാതെ ലഭിക്കുന്നത് ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നതാണ്. കഠിനാധ്വാനത്തിലൂടെ പടിപടിയായി ഉണ്ടാകുന്ന അഭിവൃദ്ധി, അതുപോലെ വേണ്ടതായ തയ്യാറെടുപ്പുകളോടെ ആവശ്യമായ പരിശീലനം കൈവന്ന ശേഷം ലഭിക്കുന്ന പദവി ഒക്കെ നിലനിർത്താനും കൈകാര്യം ചെയ്യാനും കഴിയും. തനിക്ക് കൈകാര്യം ചെയ്യാനാകാത്ത എന്തും വേണ്ടെന്ന് പറയാൻ തയ്യാറാവുന്നവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. കിട്ടിയ അവസരം വേണ്ടെന്ന് പറയാൻ തീർച്ചയായും മടി കാണും. എന്നാൽ അങ്ങനെ നേടുന്നത് പിന്നീട് അനുഗ്രഹമാവുകയില്ല. ഏതൊരു കാര്യവും സ്വീകരിക്കുന്നതിന് മുൻപ് അതിൻ്റെ പിന്നിൽ ദൈവഹിതമുണ്ടോ എന്ന് അന്വേഷിക്കുക. ദൈവം തരുന്നതാണെങ്കിൽ അത് ഭംഗിയായി ഉപയോഗിക്കാൻ, വളർത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.